മഴതോരും മുൻപുയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന ആരെന്ന സത്യമറിഞ്ഞ കമലയ്ക്ക് ആദ്യം തന്നെ വല്ലാത്ത ഷോക്കാണ് തോന്നുന്നത്. ശിവൻ പറയുന്ന ഓരോ വാക്കുകളും കമലയിൽ ഞെട്ടലുണ്ടാകുന്നു. കാരണം 25 വർഷക്കാലത്തോളം അലീനയെ അവരുടെ അച്ഛൻ ഒളിപ്പിച്ചു വെച്ചെന്നും അവളെ അത്രയും കാലം ആരും അറിയാതെ സംരക്ഷിക്കുകയായിരുന്നു എന്നുമുള്ള സത്യങ്ങളൊന്നും തന്നെ കമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. ശിവൻ അപ്പോഴാണ് പറയുന്നത് ആരും തന്നെ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ലെന്നും അലീന നമ്മുടെ വീട്ടിലെത്തിയതിന് ശേഷം ബാലചന്ദ്രനാണ് എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചതെന്നും അലീന ഒരിക്കലും ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സത്യങ്ങളൊക്കെ തന്നെ നമ്മളാരും അറിയാതെ പോയേനെ. ഒരിക്കലും ഇതിൻ്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് പോലും ആർക്കും ഓർമ്മയിൽ പോലും ഉണ്ടായിരുന്നില്ലെന്നല്ല ശിവൻ കമലയോട് പറയുകയാണ്. അതേസമയം കമല ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. കമലയ്ക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്രയും സമയം കമലയ്ക്ക് വായിൽ നാവുള്ളതുപോലും കമല മറന്നുപോയി. ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് കമല ഓരോ കാര്യങ്ങളും ശിവനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതേ സമയം ശിവൻ പറയുന്നുണ്ട്, ഇപ്പോഴാണ് എല്ലാവർക്കും ബാലചന്ദ്രൻ എന്ന സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അലീനയെ സംരക്ഷിക്കാനും വൈജയെ തെരുവിലേക്കെറിയാനും അയാൾ നിന്നില്ലല്ലോ. അയാളുടെ ഉള്ളിലെ വൈരാഗ്യം മുഴുവനും ഞങ്ങളോടെല്ലാവരോടുമുണ്ട്. കാരണം അയാളെ ചതിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇത്രയൊക്കെയല്ലേ കാണിച്ചു കൂട്ടിയുള്ളൂ. അതും അയാൾ ഞങ്ങളോടൊക്കെ പറയാനുണ്ടായത് അത്രയും അറ്റം മുട്ടിയപ്പോൾ മാത്രമാണ്. അലീനയെ ഞങ്ങളെല്ലാവരും തട്ടിക്കൊണ്ടു പോവുകയും അവളെ കൊല്ലാനുള്ള ശ്രമം നടത്തുകയുമെല്ലാം ചെയ്തപ്പോൾ മാത്രമാണ് ബാലചന്ദ്രൻ ഞങ്ങളോടെല്ലാം സത്യങ്ങളും വിളിച്ചു പറഞ്ഞതെന്ന് കമലയോട് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട കമലയ്ക്ക് ഉടനെ തന്നെ വൈജയെ വിളിക്കണമെന്ന മനസ്സിൻ്റെ ത്വരയായിരുന്നു. അങ്ങനെ വൈജയെ വിളിച്ചു. വൈജയോട് ഒരുപാട് കുത്തുമുനകളും വെച്ചുള്ള വാക്കുകൾ തന്നെയായിരുന്നു കമല ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാലും എൻ്റെ വൈജയെ, നിനക്കിത്രയ്ക്കും ധൈര്യമുണ്ടായിരുന്നുവല്ലോ. ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള ധൈര്യം ഒരു പെണ്ണിനും ഇത്രയ്ക്കൊക്കെ ധൈര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിൻ്റെ ധൈര്യം സമ്മതിച്ച് തന്നിരിക്കുന്നു. ആ അലീന ഇവിടേക്ക് കയറി വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളാരും തന്നെ ഇതെല്ലാം അറിയാതെ പോയേനെ എന്നെല്ലാം കമല വൈജയോട് പറയുമ്പോഴും വൈജ മിണ്ടാതെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. കുറേ സമയങ്ങൾക്ക് ശേഷം വൈജ കമലയോട് പ്രതികരിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഏടത്തി എന്നെ ഈ വിളിച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏടത്തി. ഏടത്തി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, മുറിവുള്ളിടത്ത് വീണ്ടും വീണ്ടും കുത്തി നോവിക്കാനുള്ള കഴിവ് ഏട്ടത്തിയോളം മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല. ഏടത്തി അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ എന്നെ വിളിച്ചതെന്നും നന്നായിട്ടറിയാം. ഏടത്തി എല്ലാ സത്യങ്ങളും അറ്റവും മൂലയും അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ വിളിക്കുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഏടത്തിക്കറിയാം ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണോ, വലിച്ചെറിഞ്ഞ് എൻ്റെ സുഖവും സന്തോഷവും തേടി ഞാൻ മറ്റൊരു ജീവിതം ഉണ്ടാക്കാൻ പോയതാണോ എന്നെല്ലാം. പക്ഷേ ഏടത്തി അതെല്ലാം മനഃപൂർവ്വം മറന്നു വെച്ചുകൊണ്ട് എന്നെ നോവിക്കുകയാണ്. എങ്കിലും ഏടത്തിയോട് ഒരു സത്യം ഞാൻ പറയാമല്ലോ. ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജീവിതം തേടി പോയതല്ല ഏടത്തി. എന്നെ എല്ലാവരും കൂടി ചതിച്ചതാണ്. അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പില്ലെന്നും പ്രസവത്തോടു കൂടി ആ കുഞ്ഞ് മരിച്ചു പോയെന്നുമെല്ലാം എന്നെ അവർ പറഞ്ഞു ധരിപ്പിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും 1-2 വർഷം കഴിഞ്ഞിട്ടല്ലേ ഏടത്തി എന്നെ അവർ വിവാഹം കഴിപ്പിച്ചത്. അതും ഏടത്തിക്ക് ഓർമ്മയില്ലേ, ഞാൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ബാലചന്ദ്രൻ്റെ വിവാഹാലോചന വന്നപ്പോഴും ഞാൻ വേണ്ടെന്ന് പറഞ്ഞതും നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങനെയൊരു വിവാഹം, നല്ല കാര്യമല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചതൊക്കെ ഏടത്തി മനഃപൂർവ്വം മറന്നു കളയുകയാണ് അല്ലേ. സാരമില്ല ഏടത്തി, ഞാൻ ഇതും ഇതിനപ്പുറവും ഇപ്പോൾ സഹിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ 4 മക്കളും ഇപ്പോൾ എൻ്റെ കണ്ണു മുമ്പിൽ തന്നെയുണ്ടല്ലോ. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ. എൻ്റെ മക്കളെ എല്ലാവരെയും അവൾ നല്ല വഴിയിലാക്കി. എൻ്റെ മക്കളിലുണ്ടായ ദുസ്വഭാവങ്ങളെല്ലാം തന്നെ അവൾ തുടച്ചു നീക്കി. അതിനൊക്കെയായി വന്നതായിരിക്കാം
അവൾ. ഞാൻ പോലും അറിയാത്ത എൻ്റെ മക്കളുടെ ദുശീലങ്ങളെല്ലാം അവൾ കണ്ടുപിടിച്ചു. അവരെ എല്ലാവരെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഏടത്തിക്കും അനുഭവമുണ്ടായല്ലോ. ഏടത്തി വന്ന് മകനെ വിട്ടുതരണമെന്നും അവനുമായിട്ടുള്ള വിവാഹം നടത്താൻ ഏടത്തിക്കോ ഏടത്തിയുടെ കുടുംബക്കാർക്കോ സമ്മതമില്ലെന്നും പറഞ്ഞപ്പോഴും അലീനയുടെ മറുപടി എന്തായിരുന്നുവെന്ന് ഏടത്തിക്ക് മനസ്സിലായത് തന്നെയല്ലേ. ഇതിൽ കൂടുതൽ അവളെക്കുറിച്ച് ഏടത്തി എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം വൈജ കമലയോട് പറയുകയാണ്. ഫോൺ വയ്ക്കാൻ നേരം വൈജ ഒരു കാര്യം കൂടി കമലയെ ധരിപ്പിക്കുന്നുണ്ട്. ഏടത്തി ഇതെല്ലാം മകനെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിക്കണം. എൻ്റെ മകൾക്ക് നിങ്ങളെ മകനെ ആവശ്യമില്ലെന്ന് പറഞ്ഞതും അവൾ ഒരിക്കലും അവൻ്റെ പിന്നാലെ പോയിട്ടില്ലെന്നും തിരിച്ചും അങ്ങനെ ആയിരിക്കണമെന്നും അവൾ പ്രത്യേകം പറഞ്ഞുവെന്ന് ഏടത്തി വള്ളിയും പുള്ളിയും തെറ്റാതെ തന്നെ നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വൈജ പറയുമ്പോൾ കമലയ്ക്ക് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അലീന ആരാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനു അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായതെന്ന് കമലയ്ക്ക് അപ്പോഴാണല്ലോ മനസ്സിലാകുന്നത്. കമലയ്ക്കും ഒരു മൗനസമ്മതം പോലെ കമല മിണ്ടാതെ നിൽക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഏടത്തി സമ്മതിച്ചാലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സമ്മതമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏടത്തി പറഞ്ഞില്ലെങ്കിൽ മനുവിനെ വിളിച്ച് ഞാൻ പറയും, ഏടത്തിയെ എനിക്ക് പേടിയാണ്, എൻ്റെ മകളെ ഏടത്തിയുടെ അരികിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമല്ലെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് വൈജ കോള് കട്ട് ചെയ്യുകയാണ്. കമലയ്ക്ക് എന്ത് ചെയ്യണമെന്നും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മനു വിളിച്ചാൽ എന്ത് പറയണമെന്നും അറിയാത്തൊരവസ്ഥയിലാണ്. ഇതേ സമയത്താണ് ശിവൻ കമലയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമലയുടെ അടുത്തേക്ക് വരുന്നത്. ശിവൻ കമലയോട് പറയുകയാണ്, നമ്മുടെ വക്കീൽ വിളിച്ചിരുന്നു. അടുത്തൊരു ജാമ്യാപേക്ഷ കോടതിയിൽ വെക്കുന്നതിന് മുൻപായിട്ട് ശരണ്യയെ നിന്നോടൊന്ന് പോയി കാണാൻ, നിന്നോട് നേരിട്ട് അവളുടെ കാലു പിടിക്കാൻ. നീ ഒരമ്മയാണല്ലോ. ഒരു മകന് വേണ്ടി ഒരമ്മ വന്ന് കാല് പിടിച്ച് കരയുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സലിഞ്ഞാലോ എന്നാണ് വക്കീൽ പറയുന്നത്. കമലയ്ക്ക് ആദ്യം തന്നെ ശിവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കമല പറയുകയാണ്, ഞാൻ പോയി പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ആ പെണ്ണിനെ അലീന പറയുന്നതിലല്ലേ കാര്യം. ഞാൻ പറഞ്ഞാലൊന്നും അവൾ വകവെക്കുമെന്ന് തോന്നുന്നില്ല. ആ അലീന എന്ന് പറയുന്നവളാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. നിങ്ങളൊക്കെ ഈ പറഞ്ഞ ബന്ധം വെച്ച് അവളുടെ അങ്കിളിൻ്റെ മോനല്ലേ ഹരി. അവൾക്കത് ചെയ്യുന്നതിൽ എന്തെത്ര ദോഷം. അവൾക്ക് രോഹിത്തിന് വേണ്ടി ചെയ്യാമെങ്കിൽ ഹരിക്ക് വേണ്ടിയും ചെയ്യാമല്ലോ. രണ്ടുപേരും അവൾക്ക് ഒരുപോലെയല്ലേ. അതെങ്ങനെയാണ് കമലേ രണ്ടുപേരും അവൾക്ക് ഒരുപോലെയാവുന്നത്? വെറുതെയല്ല ഹരി നിന്നെ പറയുന്നത്. നീ ഒരു കഥയും ബോധവും ഇല്ലാത്തൊരു പെണ്ണാണെന്ന്. സത്യം തന്നെയാ അവൻ പറഞ്ഞത്. എടി രോഹിത്തേ അവൾക്ക് സ്വന്തം ആങ്ങളെയാ. അവരൊരമ്മ പെറ്റ മക്കൾ. ഈ പറയുന്ന ഹരിയോ അവൾക്ക് വന്ന സമയം മുതൽ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവൻ. അതോടുകൂടി തന്നെ ഈ അങ്കിളിൻ്റെ മകനാണെന്നുള്ള ബന്ധം അലീന അന്നേ തുടച്ച് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടാവും. പിന്നെ നീ അതും പൊക്കി പിടിച്ച് വരാൻ നിൽക്കണ്ട. വക്കീൽ പറഞ്ഞതേ നിന്നോടൊന്ന് സംസാരിച്ച് നോക്കാനാ. പറ്റുമെങ്കിൽ മാത്രം നീ അത് ചെയ്യാൻ നോക്കുക. അതിൽ കൂടുതൽ സംസാരമൊന്നും നീ തിരിച്ച് സംസാരിക്കണമെന്നില്ല. നിന്നെക്കൊണ്ട് പോകാൻ പറ്റുമോ ആ കോളനിയിലേക്ക്? അതിന് അവൾ അവിടെ ഇല്ലല്ലോ ആ കോളനിയിൽ. പിന്നെ ഞാനെന്തിനാ അവിടേക്ക് പോകുന്നത്? എടി അവളെ കാണണ്ട. അവളുടെ അച്ഛനെയോ അമ്മയെയോ എങ്കിലും ഒന്ന് പോയി കാണു നീ. അവർ സംസാരിച്ചാലും അവൾ ചിലപ്പോൾ വിലക്കെടുത്താലോ. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയൊന്ന് പോയി കണ്ടു നോക്കാൻ. അവർ എന്നെ ഉപദ്രവിക്കുമോ ശിവേട്ടാ? അതൊന്നും പറയാൻ പറ്റില്ല. ഉപദ്രവിക്കുകയാണെങ്കിലേ കൊള്ളണം. കാരണം സൽപുത്രനായ ഒരു മകനെ വളർത്തിയെടുത്തതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ശിക്ഷ ദൈവം നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നീ കൊള്ളാൻ തയ്യാറായിട്ട് തന്നെ പോയിക്കോ. ശിവേട്ടൻ എന്താ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ മകനും കൂടിയല്ലേ അവൻ. മകൻ എൻ്റെയും കൂടി തന്നെയാ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവനെ വളർത്തി ഇത്ര ഗുണസമ്പന്നനായ ഒരു മകനാക്കി മാറ്റിയതിൽ നിനക്ക് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞേ ഉള്ളൂ. എങ്കിലേ അവരോട് സംസാരിക്കാൻ നിങ്ങളും കൂടെയും വാ. അപ്പോൾ എനിക്കൊരു ധൈര്യമായല്ലോ. ഞാനും കൂടിയും വരുന്നുണ്ട്. നിന്നെ ആ കോളനി വരെ ആക്കിത്തരാൻ ഞാൻ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ വരില്ല കമലേ. എനിക്കേ അത്രയ്ക്കുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്.
എന്തായാലും വക്കീലിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഈ പരിപാടി ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. എനിക്ക് വയ്യ. കാരണം രോഹിത്തിൻ്റെ കേസിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവന് മൊഴി നൽകണം. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള മൊഴി നൽകിയാൽ മാത്രമാണ് ഈ കേസിൽ നിന്നും അവനെ ഊരിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. വെറുതെ അവിടുത്തെ ബിസിനസ്സൊക്കെ കളഞ്ഞിട്ട് ഇവിടെ കിടന്നിങ്ങനെ കുറേ കാശ് ചിലവാക്കിയതുകൊണ്ട് മാത്രം ഒരു ഉപകാരവുമില്ലെന്ന് വക്കീൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തെ ഒരു ചാൻസാണ്. അത് നിന്നെക്കൊണ്ട് മാത്രം നടക്കുന്ന കാര്യം. പറ്റുമെങ്കിൽ നീ അവിടെ വരെ ഒന്ന് പോകണം. അല്ലാതെ ഇതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല കമലേ. നീ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞാൽ മതി. അത് പറഞ്ഞുകൊണ്ട് കമലയുടെ അടുത്ത് നിന്നും ശിവൻ പോകുന്നുണ്ട്. കമല അവിടെ ഇരുന്ന് ആലോചനയിലായിരുന്നു. എന്ത് ചെയ്യണം, എന്ത് വേണം, എന്നെക്കൊണ്ട് അതിന് നടക്കുമോ, ഞാനിനി അവിടെ ചെന്നാൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള വല്ലാത്ത ഭയമുണ്ട് കമലയ്ക്ക്. പക്ഷേ മകനൊരിക്കൽ തന്നെ കുറ്റം പറയും. ഇങ്ങനെ ഒരു അവസരം വക്കീൽ പറഞ്ഞു തന്നിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം വക്കീൽ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്തില്ലല്ലോ എന്നവൻ കുറ്റം പറയുമല്ലോ എന്നാലോചിച്ച് കമല അതിന് തയ്യാറാവുകയാണ്. കമല ഇതേ സമയം കമലയുടെ സഹോദരനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ, എനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹവും കമലയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവരെല്ലാവരും തന്നെ പുറത്താണ്. അപ്പോൾ അവർക്കാർക്കും ഇതിൻ്റെ പിന്നാലെ വരാനോ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിയുന്നില്ലെന്നും കമലയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കമലയോട് പറയുകയാണ്, നീ അമ്മയല്ലേ, ഒരമ്മ ചെന്ന് മകൻ്റെ തെറ്റ് പറഞ്ഞ് മാപ്പപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റൊരമ്മയ്ക്ക് മനസ്സലിഞ്ഞാലോ. അതും ഇപ്പോൾ അവൾ നല്ലൊരു നിലയിലെത്തുന്നുണ്ടല്ലോ. അതുകൂടി ചിന്തിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ മാപ്പ് തരാൻ കഴിഞ്ഞേക്കാം. എല്ലാത്തിനും സംസാരത്തിനൊടുവിൽ നീ അവരോട് പറയണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായമായിട്ട് ചെയ്യാം. അവളുടെ വിദ്യാഭ്യാസം, അവളുടെ വിവാഹം, ഇതെല്ലാം ഞങ്ങൾ എന്നും നിങ്ങൾക്കൊരു തുണയായിട്ട് കൂടെ ഉണ്ടാവുമെന്നൊക്കെ എന്ന് കമലയുടെ സഹോദരൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവരെല്ലാം കൊടുക്കുന്ന ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെ കമല ശിവനോട് ചെന്ന് പറയുകയാണ്, ശിവേട്ട, ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന്. ശിവൻ പറയുന്നുണ്ട്, നീ എന്നാൽ പോകാനായിട്ട് റെഡി ആയിക്കോളൂ, ഞാൻ നിന്നെ അവിടെ വരെ ആക്കിത്തരാം. നമ്മൾ തമ്മിൽ പോകുന്ന കാര്യം മറ്റാരോടും ഇപ്പോൾ പറയണ്ട എന്ന് ശിവൻ പറയുകയാണ്. കമല റെഡി ആവാനായിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് ശിവനോടായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് എന്തിനുള്ള പോക്കാണെന്ന് അറിയില്ലെന്നും തനിക്ക് നല്ല ഭയമുണ്ടെന്നും കമലയ്ക്ക് അടി കിട്ടാതെ തിരിച്ച് വന്നാൽ മതിയെന്നൊക്കെ. ശിവൻ ഏകദേശം ആ കാര്യത്തിൽ നല്ല ഭയമുണ്ട്. എങ്കിലും അങ്ങനെയൊരു ഓപ്ഷൻ വക്കീൽ തന്നതുകൊണ്ട് മാത്രമാണ് കമലയുമായി പോകുന്നത്. അലീന ആദ്യം ചെന്നപ്പോഴുണ്ടായ അവസ്ഥ ശിവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു പക്ഷേ കമല അത് മറന്നു കാണും എന്നും ശിവൻ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും കമല റെഡിയായി വരുന്നുണ്ട്. രണ്ടുപേരും വീടെല്ലാം പൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. പോകുന്ന വഴിയിലും കമല ഇത് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് അവൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണമെന്ന്. അപ്പോൾ കമല പറയുന്നുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും ഒച്ചയോ ബഹളമോ കേട്ടാൽ നിങ്ങൾ അവിടേക്കൊന്ന് വന്നേക്കണേ എന്നൊക്കെ. ശിവൻ ഇതിനൊക്കെ എന്ന് മൂളിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കോളനിയിലേക്ക് എത്തുന്നുണ്ട്. കോളനിയുടെ എൻട്രിയിൽ നിന്നും കുറച്ചുള്ളിലേക്കാണല്ലോ ശരണ്യയുടെ വീട്. അപ്പോൾ അവിടെയായിട്ട് കാറ് നിർത്തിയിട്ട് കമലയോട് വീട് ഏത് വശത്താണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. കമല പതിയെ ആ വീട്ടിലേക്ക് നടക്കുകയാണ്. കമല വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ആരുമില്ലേ എന്ന് പതിയെ ചോദിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് ശരണ്യയുടെ അമ്മ തന്നെയാണ്. കമലയെ കണ്ടപ്പോൾ ആദ്യം ശരണ്യയുടെ അമ്മ കരുതുന്നത് ഏതോ ഉദ്യോഗസ്ഥയായ മേഡം എന്നാണ്. ആരാ മേഡം എന്ന് തന്നെയാണ് ശരണ്യയുടെ അമ്മ ചോദിക്കുന്നത്. കമലയ്ക്ക് മറുപടിയായിട്ട് താൻ ഹരിയുടെ അമ്മയാണ് എന്ന് പറയാനുള്ള ധൈര്യം ആ സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് അകലേന്ന് വരുന്നതാണ്, നിങ്ങളെ കാണാനായി വന്നതാണ് എന്ന് മാത്രം പറയുമ്പോൾ ശരണ്യയുടെ അമ്മ വരൂ കയറിയിരിക്കൂ എന്ന് പറയുന്നുണ്ട്. കമല
അകത്തേക്ക് കയറാൻ നേരത്ത് ശരണ്യയുടെ അച്ഛനും സഹോദരനും കൂടി സിറ്റ് ഔട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അച്ഛൻ അമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന്. അപ്പോൾ അറിയില്ല, നമ്മളെ കാണാനായിട്ട് വന്നതാണ്, എന്തോ ഹെൽത്തിലെ മേഡാണെന്ന് തോന്നുന്നു എന്നും ശരണ്യയുടെ അമ്മ പറയുകയാണ്. ഇതേ സമയം കമല ഇവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ശരണ്യ ഇല്ലേ എന്ന്. അപ്പോൾ ശരണ്യയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഇല്ല, മോള് ബാംഗ്ലൂർ പഠിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കേസിൻ്റെ പിന്നാലെയൊന്നും ഞങ്ങൾ പോകുന്നില്ലല്ലോ, അവർക്ക് ഉള്ള ശിക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതപ്പോൾ അങ്ങനെ നടക്കട്ടെ, അവളുടെ വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ അലീനയും ബാലചന്ദ്രൻ സാറുമാണ് നോക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളും സമാധാനത്തിൽ തന്നെയാണ്, വേറെ ടെൻഷനും ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഇല്ല മാഡം എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മ പറയുകയാണ് നിങ്ങളെന്തായാലും ഇരിക്കട്ടോ മാഡം, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് ഓ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. കമല ഇപ്പോൾ ഇവരോട് ചോദിച്ചു തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയും സഹോദരനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുകയാണ് നിങ്ങൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഒച്ചയും ബഹളവും എടുക്കരുത്, ഞാൻ ഹരിയുടെ അമ്മയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഓഫീസറൊന്നുമല്ല എന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും ശരണ്യയുടെ സഹോദരന് ദേഷ്യം വരുന്നുണ്ട്. ശരണ്യയുടെ സഹോദരൻ അലറി വിളിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് അടുക്കുകയാണ്. ശരണ്യയുടെ സഹോദരൻ ചോദിക്കുന്നുണ്ട്, വിരൽ ചൂണ്ടി തന്നെ ഇവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ, അതല്ല ഈ കോളനിയുടെ ഗേറ്റ് കടന്നു വരാൻ നിങ്ങൾക്ക് എത്രത്തോളം ധൈര്യമുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അലീന എന്ന് പറയുന്ന ആ ചേച്ചി ആദ്യം വന്നപ്പോഴുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ, അതറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് കമലയ്ക്ക് ആ ഓർമ്മ വരുന്നത്. അലീന അന്ന് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി അലീനയെ മണ്ണെണ്ണൊഴിച്ചതും തീ വയ്ക്കാൻ ശ്രമിച്ചതുമൊക്കെ താൻ തന്നെയാണ് വൈജയെ വിളിച്ച് പറഞ്ഞതൊക്കെ. പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് ആ ടെൻഷൻ അങ്ങ് കൂടാണ്. അല്ലെങ്കിലേ ടെൻഷനിലാണ് പുള്ളിക്കാരി വരുന്നത്. കമല ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കൈ കൂപ്പിക്കൊണ്ട് തന്നെ പറയുകയാണ് എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ വന്നത്, കുറേ പണമുണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ, അവൻ ഇത്രത്തോളം വഷളത്തരമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, ഒരച്ഛനും അമ്മയും വീട്ടിലിരിക്കുന്നു, അവർ ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരേത് വഴിക്കൊക്കെയാണ് തിരിയുന്നതെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ വളരെ സൗമ്യത്തോടു കൂടി തന്നെ തൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അതിനൊക്കെ നല്ല കാര്യം ചെയ്യാനൊക്കെ കമലയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ കമലയുടെ സംസാരങ്ങളൊന്നും തന്നെ ഇവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം കമല എന്താണെന്നും ഹരി എന്താണെന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ശരണ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മകൻ എങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയില്ലെന്ന്, അതൊക്കെ സത്യം തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാമോ? ഒരു സമയത്ത് അലീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നേരെ ആ പെൺകുട്ടിക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ എന്തോ മയക്കുമരുന്നൊക്കെ കലർത്തി ഇവനും മറ്റവനും കൂടി ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ മകളെ ആ രോഹിത് എന്ന് പറയുന്നവൻ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കുന്നത് ആ ശിക്ഷയ്ക്ക് ദൈവത്തിൽ നിന്നും ഞങ്ങളും കുറ്റക്കാരാകുമല്ലോ എന്നോർത്തിട്ടൊക്കെ തന്നെയാണ് അവന് ഞങ്ങൾ മാപ്പ് സാക്ഷി നൽകിയത്. അതുപോലെ ഒരു മാപ്പപേക്ഷ നിങ്ങളുടെ മകന് നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കരുതിയിട്ടാണോ നിങ്ങൾ ഈ പടി കടന്നു വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട് ഞാനൊരമ്മയല്ലേ, എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളും ഒരമ്മയായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഓ അങ്ങനെയാണോ? എങ്കിലും നിങ്ങൾക്ക് തെറ്റി. ഞാനേ എൻ്റെ മകളുടെ അമ്മ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ മകനും ക്ഷമ തരാൻ ഒരിക്കലും കഴിയില്ല. എൻ്റെ മകള് അനുഭവിച്ചതെല്ലാം കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കരഞ്ഞ് ഇല്ലാതായവളാണ് ഞാൻ. ആ അലീന എന്ന് പറയുന്നവൾ വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ മകളൊന്ന് എഴുന്നേറ്റിരുന്നത് പോലും. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
കാരണം നിങ്ങളുടെ മകൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു എന്നത് മാത്രമല്ലേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. എൻ്റെ മകൾ അതിന് ശേഷം ഇവിടെ കിടന്ന് അനുഭവിച്ചതൊക്കെ കണ്ടവളാണ് ഈ അമ്മ. നിങ്ങൾക്ക് വന്ന വഴിക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടും എന്ന് ശരണ്യയുടെ അമ്മ പറയുകയാണ്. അപ്പോഴും കമല അവിടെ നിന്നുകൊണ്ട് തൻ്റെ മകന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണമെന്നും അവൻ്റെ ഭാവി ഇല്ലാതാക്കരുതെന്നൊക്കെ ഇങ്ങനെ അപേക്ഷിക്കുന്നത് കേട്ട് ദേഷ്യം വന്നുകൊണ്ട് ശരണ്യയുടെ അച്ഛൻ കമലയുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. കമലയ്ക്ക് ഇതും കൂടിയായപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കമല ചോദിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ മാത്രം നിങ്ങൾ വളർന്നോ? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മകളെ ഉപദ്രവിച്ചു എന്നത് സത്യം തന്നെ ആയിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അതിനുള്ള മറുപടി എനിക്ക് തരണം. നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചു കൂട്ടും, എന്നെ മണ്ണെണ്ണൊഴിക്കും, തീ വയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടി എനിക്ക് മറുപടി നിങ്ങൾ തന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചു കൂട്ടിക്കോളൂ. നിങ്ങളുടെ മകനും എൻ്റെ മകളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് 1-2 വർഷമായി എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ മകൻ്റെ കൂടെ നിങ്ങളുടെ മകൾ പോവാത്ത സ്ഥലങ്ങളില്ല, നാടുകളും വീടുകളുമില്ല. അങ്ങനെയാണ് എൻ്റെ അറിവുണ്ടായത്. അങ്ങനെയൊക്കെ അവൾ ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളെന്താണ് അതൊന്നും ചിന്തിക്കാത്തത്? അതിനുള്ള മറുപടി എനിക്ക് തരാമോ? ഒരു പരിചയമില്ലാത്ത ഒരു പയ്യൻ എവിടേക്കെങ്കിലും വിളിക്കുമ്പോഴേക്കും കൂടെ ഇറങ്ങിപ്പോകാനാണോ നിങ്ങളുടെ മകളെ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കമല വന്ന കാര്യം നടക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ കമല തൻ്റെ തനി സ്വഭാവം എടുക്കാൻ തന്നെ തീരുമാനമായി. കമലയുടെ വർത്തമാനങ്ങളെല്ലാം കേട്ടിട്ട് ശരണ്യയുടെ അച്ഛനും സഹോദരനും ദേഷ്യം വരുന്നുണ്ട്. സഹോദരൻ അടിക്കാനായിട്ട് കമലയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. ഇതേ സമയത്ത് പുറത്തുള്ള നാട്ടുകാരോ വീട്ടുകാരോ ഇതൊന്നും കണ്ടിട്ടില്ല. കമലയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് തന്നെ സഹോദരനായ മണിക്കുട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകനെ നിങ്ങൾ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അതായിരുന്നോ? ഒരു പെൺകുട്ടിയെ പ്രേമിക്കണമെന്നും അവളെ വളച്ച് വശത്താക്കിയതിന് ശേഷം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കണമെന്നും ഇതാണോ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്പ്രദായം? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്പ്രദായം അത് തന്നെയായിരിക്കും. അതുകൊണ്ടാണല്ലോ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന പെണ്ണിനോട് പോലും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ നിങ്ങളുടെ മകന് കഴിഞ്ഞത്. അതുമാത്രമല്ലല്ലോ, തൻ്റെ ആൻറ്റിയുടെ മോളോടും അവൻ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളൊക്കെ അറിഞ്ഞവർ തന്നെയാണ് ഞങ്ങൾ. പിന്നെ അങ്ങനെയുള്ള ഒരു മകനോട് പെട്ടെന്ന് പറ്റിപ്പോയൊരു തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഞങ്ങളുടെ ശരണ്യയോട് നിങ്ങളുടെ മകൻ കാണിച്ച സ്നേഹവും വിശ്വാസവും ഒക്കെ സത്യസന്ധമാണെന്ന് വിശ്വസിച്ച് അവൻ വിളിക്കുന്നിടത്തെല്ലാം അവൾ കൂടെ പോയത്. അത് അവളുടെ തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. അത് കൂടുതൽ നിങ്ങളിനി വിളിച്ച് പറയണമെന്നില്ല. പിന്നെ നിങ്ങൾ ഇനി ഇവിടെ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നിന്നാൽ അന്ന് അലീന ചേച്ചിക്ക് സംഭവിച്ചതായിരിക്കില്ല നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അലീന ചേച്ചി നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി മാത്രമായിരുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. ഇതിൽ കുറ്റക്കാരനായ 1-ാം പ്രതിയുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ കോളനി വിട്ട് നിങ്ങൾ നടന്നു പോകുമെന്ന് ചിന്തിക്കുകയും വേണ്ട. ഓ, നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ. നിങ്ങളുടെ മകള് ചെയ്തത് മാത്രം ഒരു ചെറിയ തെറ്റായിട്ട് അങ്ങോട്ട് മാറ്റിവെച്ചു. എൻ്റെ മകൻ ചെയ്തത് മാത്രം വലിയ കുറ്റവും അവന് ജീവിതകാലം മുഴുവനുള്ള ശിക്ഷയും, അവൾ അനുഭവിച്ചത് ചെറിയൊരു തെറ്റിനുള്ള ശിക്ഷയും അല്ലേ? എന്നിട്ടിപ്പോൾ എന്നെ നാട്ടുകാരെ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ തരക്കേടില്ലാത്ത ആൾക്കാർ തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് കമല ചെയ്യുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ, ഇവരെ ഒരു വഴിക്ക് വെറുതെ പോകുമെന്ന് തോന്നുന്നില്ല. ഇവരൊരു സ്ത്രീയാണല്ലോ, ഇവരൊരമ്മയാണല്ലോ എന്ന് കരുതി നമ്മൾ ക്ഷമിച്ചു നിന്നപ്പോൾ ഇവർ നമ്മുടെ തലയിൽ കയറിയിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാടാ നമ്മൾ മിണ്ടാതിരിക്കുന്നത്? ശരണ്യയുടെ അച്ഛൻ്റെ സംസാരം ഉറക്കെയായതോടുകൂടി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കേട്ടുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങി. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.
ശുഭരാത്രി.